ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? സെക്ഷൻ ഫോർമുല അല്ലേ? സെക്ഷൻ ഫോർമുലയാണ് പഠിച്ചത്. എന്താണ് ഈ സെക്ഷൻ ഫോർമുല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് ഒന്ന് നോക്കിയിട്ട് വരണമെന്ന് പറഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്നും നമ്മൾ പഠിച്ചു. എന്താണ് സെക്ഷൻ ഫോർമുല? നമ്മളൊരു ലൈൻ സെഗ്മെന്റ് എ ബി എടുത്തു കഴിഞ്ഞാൽ we know there are infinitely many points between A and B. അതിനകത്തുള്ള ഒരു പോയിന്റ് ഞാൻ എടുക്കണം. In between A and B I take a point, some P. So we know this P divides this line segment AB in a ratio. അപ്പോൾ ആ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. M1:M2 എന്ന റേഷ്യോയിലാണ് P ഏതിനെ ഡിവൈഡ് ചെയ്യുന്നത്? ഈ ലൈൻ സെഗ്മെന്റ് എ ബിയെ ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ we know if you know the coordinates of A, that is x1 y1 എന്ന് തന്നിട്ടുണ്ട്, B x2 y2 എന്നും തന്നിട്ടുണ്ടെങ്കിൽ we can identify the coordinates of the point P using section formula. What is that formula? എന്താണ് x കണ്ടുപിടിക്കാനുള്ള ഫോർമുല? What is x? X is equal to x2 into m2 plus x2 into m2 അല്ല മോളെ, ഇങ്ങനെ അത് ശ്രദ്ധിക്കണം. അതാ ഞാൻ പറഞ്ഞ പൊസിഷൻ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. m1ഉം x2ഉം, അതായത് m1/m2ഉം x1 y1 x2 y2 ഇങ്ങനെയാണ് കിടക്കുന്നതെങ്കിൽ ഈ m1 കൊണ്ട് x2നെയും m2 കൊണ്ട് ഏതിനെയും കുടിക്കണം? x1. മറക്കോ? m1 x2 പ്ലസ് m2 x1. കേട്ടോ, ഇതിന് ആ പൊസിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ കാര്യം? എന്തുകൊണ്ടായിരിക്കും? നമ്മൾ ഡിസ്റ്റൻസ് ഫോമിൽ പഠിച്ചപ്പോഴത്തേക്ക് ഞാൻ ഈ പൊസിഷൻസിനെ കുറിച്ച് അധികം പറഞ്ഞില്ല. കാര്യം ഡിസ്റ്റൻസ് ഇസ് ആക്ച്വലി എന്താ ഇതിന് ബാധിക്കുന്ന കാര്യമല്ല ഡയറക്ഷൻ. പക്ഷെ ഇവിടെ അതിന് ബാധിക്കുന്നു. എന്തായിരിക്കും കാരണം? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പറയാവോ എന്തായിരിക്കും ഇതിനെ ബാധിക്കുന്നത്? പറയാമോ? ആർക്കെങ്കിലും ഒന്ന് ആലോചിച്ചിട്ട് പറയാവോ? വേണമെങ്കിൽ ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ ഞാൻ തരാം. സോറി, പി ക്യു ഇതിനിടയ്ക്കുള്ള ഒരു പോയിന്റ് എടുത്തു, സം ഡി, ആൻഡ് ഇറ്റ് ഡിവൈഡ്സ് ഇറ്റ് ഇൻ റേഷ്യോ സം 3:5. അപ്പോൾ ഈ പോയിന്റ് 2:1, ഇത് സം 3:4 ഇങ്ങനെയാണെങ്കിൽ നമ്മളിത് കണ്ടുപിടിക്കുമ്പോൾ ഈ കോർഡിനേറ്റ് ഓഫ് ഡി കണ്ടുപിടിക്കുമ്പോൾ XY കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാവൂ എന്ന് ഞാൻ പറയുന്നതിന് റീസൺ എന്തായിരിക്കാം? പറയാവോ? എന്തെങ്കിലും ഐഡിയ തോന്നുന്നുണ്ടോ? ശരി, ഞാൻ പറയാം. ഈ പോയിന്റിൽ നിന്നും പിയിലേക്കുള്ള ദൂരവും ഈ പോയിന്റിൽ നിന്ന് ക്യൂയിലേക്കുള്ള ദൂരവും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഇൻഫ്ലുവൻസിങ് ഫാക്ടർ ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അത് കണക്കിലെടുത്ത് വേണം ഈ കാൽക്കുലേഷൻസ് ചെയ്യാൻ. അതുകൊണ്ടാണ് 3:5 എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഫോർമുലയിൽ അങ്ങനെ തന്നെ വരേണ്ടി വരുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ അങ്ങോട്ടോ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് കുഴപ്പമില്ല. യു ക്യാൻ പ്ലേസ് ഇറ്റ് ഹിയർ. ഈ 3:4 ഇവിടെ കൊടുക്കാം, 2:1 ഇവിടെയും കൊടുക്കാം. പക്ഷേ മൾട്ടിപ്ലൈ ചെയ്ത് തുടങ്ങുമ്പോൾ എന്താ, ഇതിങ്ങനെ തന്നെ വരണം. മനസ്സിലായില്ലേ? അപ്പം അതിനനുസരിച്ചിട്ട് ഈ റേഷ്യോ തിരിഞ്ഞു പോകും. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ പൊസിഷൻസ് ശ്രദ്ധിച്ചിട്ട് വേണം പറയാൻ. M1:M2 എന്ന് പറയുമ്പോൾ എ ബിയെ 2:5 എന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്ന പോയിന്റ് ആണ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയുടെ കോർഡിനേറ്റിനും ബിയുടെ കോർഡിനേറ്റിനും സ്പെസിഫിക് പൊസിഷൻസ് ഉണ്ട് എന്നർത്ഥം. ഇല്ലേ? അത് വരത്തില്ലേ? കാരണം 2 പാർട്ടും 3 പാർട്ടും. ശരിയല്ലേ ഞാൻ പറഞ്ഞേ? യെസ് ഓർ നോ? ഹലോ? അപ്പൊ അതുകൊണ്ട് ഇവിടെ ശ്രദ്ധിക്കണം. സോ ഓക്കെ, M1 x2 plus M2 x1 divided by M1 plus M2. That is what for x. Then what is y? M1 y2 plus M2 y1 by M1 plus M2. And one more formula I derived at the time of what derivation of this formula. What is that? Ratio between that പാർട്സ്. എന്തായിരുന്നു അത്? വാട്ട് ഈസ് M1/M2? വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. എന്താണ് M1/M2? M1/M2 ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? പഠിച്ചില്ലേ നിങ്ങള്? x1 minus x by x2 minus x. ആണോ? അങ്ങനെയാണോ പഠിപ്പിച്ചേ? അങ്ങനെയാണോ? ആർ യു ഷുവർ?
Yes, sir. x minus x1 by x2 minus x എന്നല്ല. അങ്ങനെയാണോ പഠിപ്പിച്ചേ? ഇങ്ങനെയല്ല, ഇതല്ല. ഇതാണ് സർ. ഏത്? നിങ്ങൾ എന്ത് സംസാരിക്കാത്ത ആരും? സാർ ഇപ്പൊ എഴുതിയില്ലേ, ആ അതാണ് കറക്റ്റ്. ആ എക്സ്, ഇത് നിങ്ങൾ തിരിഞ്ഞു പോകരുത്. എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ നിങ്ങൾക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. m1 എക്സും മൈനസ് m1 x1. അപ്പോൾ മൈനസ് m1 x1 ഈസ് ഹിയർ. അടുത്ത m2 x2 ഈസ് ഹിയർ. അപ്പോൾ ഈ മൈനസ് m1 x1 എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മറ്റേ സൈഡിലോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇപ്പോൾ ഇവിടെ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ m1 x2 മൈനസ് m1 x. ഇവിടെ ആണെങ്കിലോ m2 x മൈനസ് m2 x1 അല്ലേ? m1 x2 മൈനസ്, അങ്ങനെയല്ലേ? m2ഉം x1ഉം അല്ലേ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പറയണ്ടേ? m2ഉം x1ഉം വരണം, m1ഉം x2ഉം വരണം. അപ്പോൾ അത് ഓർമ്മിച്ചാൽ മതി. m1ഉം x2ഉം വരണം, m2ഉം x1ഉം വരണം. Is that clear? And that to be positive also. So m1 by m2 is equal to മറ്റൊരെണ്ണം ഏതായിരുന്നു? y minus y1 by y2 minus y. So this two are also discussed in the class at that time. ഓക്കെ. അപ്പോൾ ഇവിടെ ഇനി നമുക്കിതിൽ കുറച്ച് പ്രോബ്ലംസ് ഒന്ന് ഫെമിലറൈസ് ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്ക് ഈ പ്രോബ്ലത്തിലേക്ക് വരാം, ഇത് ടെക്സ്റ്റ് ബുക്ക് പ്രോബ്ലത്തിലേക്ക് വരാം. ഓക്കെ. വേറൊരു കാര്യം പറയണുണ്ടായിരുന്നു. ഇവിടെ നോക്കിയേ, നമ്മൾ ഡിഫറെൻ്റ് പ്രോബ്ലംസ് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഇത് തൽക്കാലത്തിൽ ചെറുതായിട്ടിരിക്കട്ടെ. ഇവിടെ ഒരു സിറ്റുവേഷൻ നമ്മൾ എടുക്കുകയാണ്. നോക്കിയേ, ഐ തിങ്ക് ഇറ്റ് ഈസ് വിസിബിൾ അല്ലേ? അവിടെ ഞാൻ ഇന്നലെ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാനത് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. അതിലൊരു ചെറിയ കറക്ഷൻ ഉണ്ട്. അതായത് നമ്മളൊരു പോയിന്റിൽ നിന്നും ഒരു പോയിന്റിൽ നിന്നും ഇത് എ, ഇത് ബി. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു പോയിന്റ് നമ്മൾ കണ്ടെടുത്തി, സം 2 3, ഇത് 4 5. ഈ ഡിസ്റ്റൻസ് ഇത് സം ഓ. ഈ ഒ എയും ഒ ബിയും തുല്യമാണെങ്കിൽ ഈ കോർഡിനേറ്റ് ഇത് തന്നിട്ടുണ്ടായിരിക്കില്ല, എക്സ് എന്ന് കണ്ടുപിടിക്കാൻ പറയുന്നു. സോ യു ഗോട്ട് 2 വാല്യൂസ് ഹിയർ. അപ്പോൾ ഞാൻ പറഞ്ഞു അത് ഇതിന് സിമ്മട്രിക് ആയിരിക്കും. ദാറ്റ് ഈസ് ഓൺലി വൺ കേസ്, അതൊരു പർട്ടിക്കുലർ കേസ് മാത്രമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ മെനി സച്ച് പോയിന്റ്സ് ആർ ദെയർ വിച്ച് ഈസ് ഇക്വിഡിസ്റ്റന്റ് ഫ്രം ദിസ് ഒ ടു ബി ആൻഡ് ഒ ടു എ? എത്ര പോയിന്റ്സിനെ നമുക്ക് കണ്ടെത്താൻ പറ്റും? ഒന്ന് ആലോചിച്ച് നോക്കുക. ഞാനത് ഇന്നലെ വേറൊരു പ്രോബ്ലത്തിൽ ഞാനത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ ഒയിൽ നിന്ന് ബിയിലേക്കും ഒയിൽ നിന്ന് എയിലേക്കും തുല്യ ദൂരത്തിലുള്ള 2 പോയിന്റ്സിനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്, എയും ബിയും. അപ്പോൾ അവിടെ നമ്മൾ ഈ പോയിന്റ് മിസ്സിംഗ് ആയിരുന്നു. അപ്പോൾ അത് കണ്ടുപിടിച്ചു. ഒ എ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഒ ബി സ്ക്വയർ എടുത്തിട്ട് ഇക്വേറ്റ് ചെയ്ത് ഈ വാല്യൂ കണ്ടുപിടിച്ചു. അപ്പോൾ 2 എണ്ണം കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു അത് സിമെട്രിക് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണെന്ന് പറഞ്ഞു. അത് നീ നോട്ട് ബി സിമെട്രിക്, അങ്ങനെ സിമെട്രിക് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് ഒരു കേസ് മാത്രമേ ആവുന്നുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ മെനി സച്ച് പോയിന്റ്സ് യു ക്യാൻ ഐഡന്റിഫൈ ഹിയർ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര പോയിന്റ്സ് കണ്ടുപിടിക്കാം? വെരി ഗുഡ്, ഇൻഫൈനൈറ്റ്ലി മെനി. ആരാ പറഞ്ഞേ? ആരുടെ പറഞ്ഞേ? ജെസിൻ. വെരി ഗുഡ്. എന്തുകൊണ്ടാണ് ഇൻഫൈനൈറ്റ്ലി മെനി എന്ന് ജെസിൻ പറഞ്ഞേ?
ആക്ച്വലി വാട്ട് ഈസ് ദ ലോക്കസ് ഓഫ് സച്ച് പോയിന്റ്സ്? ആ പോയിന്റ്സുകളുടെ എല്ലാം കൂടെ കൂട്ടം എന്താ ഉണ്ടാക്കുക? ആ പോയിന്റ്സുകളുടെ കൂട്ടം എന്തായിരിക്കും ഉണ്ടാക്കുക? ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതാ ഇവിടെ നിങ്ങൾക്ക് അതുപോലെ ഒരു പോയിന്റ് കണ്ടുപിടിക്കാം, ഇവിടെയും കണ്ടുപിടിക്കാം, ഇവിടെയും കണ്ടുപിടിക്കാം, ഇവിടെയും കണ്ടുപിടിക്കാം, ഇവിടെയും കണ്ടുപിടിക്കാം, ഇവിടെയും കണ്ടുപിടിക്കാം. ഇങ്ങനെ ഹൗ മെനി സച്ച് പോയിന്റ്സ് ആർ ദെയർ? ഹൗ മെനി ആർ ദെയർ? Infinitely many. Infinitely many. What is the locus of such points? What are you going to get in that case? It's a circle. So locus of such points gives you a circle. അപ്പോൾ ഞാൻ ഇന്നലെ നിങ്ങളുടെ അടുത്ത് പെർട്ടിക്കുലർ ആയിട്ട് പറഞ്ഞു, ബട്ട് വെൻ യു ഫൈൻഡ് ഇറ്റ് ഇസ് നോട്ട് ആൻ സിമെട്രിക് പോയിന്റ് ഓൾസോ. അപ്പോൾ അതിൻ്റെ റീസൺ ഇതായിരുന്നു. കാരണം എന്താ? ദറ്റ് ഈസ് ആക്ച്വലി എ സർക്കിൾ. ഇതിൻ്റെ ലോക്കസ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ യു ഗെറ്റ് എ സർക്കിൾ. വെൻ യു ഗോ ഫോർ ഫൈൻഡിങ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദിസ്, ഇതിൻ്റെ രണ്ടിനെയും കൂടെ ഒരു റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാൻ പോയാൽ യു മേ ഗെറ്റ് ലൈക്ക് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2fx പ്ലസ് 2gx പ്ലസ് സി, ആ ഫോമിലൊരു ഇക്വേഷൻ കിട്ടും, പ്ലസ് എക്സെട്ര. ഓക്കെ, ആ ഫോമിലൊരു നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ കിട്ടും. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ. അപ്പോൾ സർക്കിളിൻ്റെ ഇക്വേഷനിലേക്ക് അത് മാറും. അപ്പോൾ വിത്ത് സെൻറ്റർ സം എഫ് ആൻഡ് ജി നമുക്ക് ഒരു സർക്കിളിൻ്റെ ഇക്വേഷൻ അവിടെ ഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് അതിൻ്റെ പ്രത്യേകത. അതായത് എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഫോമിലായിരിക്കും നമുക്ക് കിട്ടുക വിത്ത് എ ബി ആസ് സെൻറ്റർ. അപ്പോൾ ഇത് ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രോബ്ലത്തിൻ്റെ എക്സ്റ്റൻഷനായിട്ട് ഇത് ചോദിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയുന്നത് ഇങ്ങനെയായിരിക്കും, മീൻസ് എന്താ, ഇങ്ങനെ O is the center of the circle. Okay, O is the center of the circle and whose coordinates are some x. Sorry, O is the center of the circle and whose coordinates are some x3. Okay, center of the circle ന്റെ coordinate x3 എന്ന് തന്നു. എന്നിട്ട് നിങ്ങളുടെ അടുത്ത് പറയും the other 2 points which are lying on the circle. On the circle, it's very important. On the circle are some 4, 5 and 2, 3. 4, 5 എന്താണ് 2, 3. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ ഇമാജിൻ ചെയ്യേണ്ടത് എന്താ? there is a circle and whose center is given as some x3, അല്ലേ? and other 2 points like a 4, 5 and b 2, 3 were provided. അങ്ങനെയാണെങ്കിൽ യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. ഇതിപ്പോൾ ഇവിടെ തന്നെ വരണമെന്നല്ല, ഇവിടെ വേണമെങ്കിലും അൺനോൺ തരാം. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എക്സ് ഓർ ഫൈൻഡ് വാല്യൂ ഓഫ് എക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു യൂസ് ദ സെയിം ലോജിക് ടു ഡിറ്റർമിൻ ദ വാല്യൂ ഓഫ് എക്സ് ഹിയർ ഓൾസോ. എന്ത് ചെയ്താൽ മതി? വി നോ യു ജസ്റ്റ് കണക്ട് ദിസ് പോയിന്റ് O to A, that is OA, and connect to the point O to B, that is OB. So what is OA square? We know it is equal to OB square. Why? OA square is equal to OB square. എന്തുകൊണ്ടാ? Radius. They are the radii of the same circle. അല്ലേ? They are the radii of the same circle. Since they are the radii of the same circle, their lengths are same. So ആ കോൺസെപ്റ്റും ഇവിടെ യൂസ് ചെയ്യപ്പെടാം. അപ്പോൾ ഞാൻ ആദ്യം അങ്ങനെ പറഞ്ഞതുകൊണ്ട് സോറി കേട്ടോ. ഞാൻ ഈ സിമെട്രി എന്നുള്ളത് എൻ്റെ മനസ്സിൽ എപ്പോഴും കിടക്കണോണ്ട് അങ്ങനെ പറയാം. ഓക്കെ, താങ്ക് യു. സോ കം ബാക്ക് ടു ദിസ് പ്രോബ്ലം. ഇവിടെ നോക്കിയേ, യൂസ് സെക്ഷൻ ഫോർമുല ടു ഡിറ്റർമിൻ ദ കോർഡിനേറ്റ്സ് ഓഫ് പി എന്നാ ചോദിച്ചേക്കുന്നത്. അവിടെ നമുക്ക് പിയുടെ കോർഡിനേറ്റ് കിട്ടി, ബിക്കോസ് ഇത് ഓട്ടോമാറ്റിക്കലി ഡിറ്റക്റ്റിംഗ് ദ കോർഡിനേറ്റ് ഓഫ് വാട്ട് പി. ബട്ട് ഇതാണോ നമുക്ക് കിട്ടേണ്ട ആൻസർ എന്ന് നമുക്ക് പോകാം. വാട്ട് ഈസ് ദ റേഷ്യോ? ഈ M1 M2 ഈസ് 2:3 ആണ് തന്നിരിക്കുന്നത്, അല്ലേ? 2 എന്താ അത്? സോറി, 2:3 അല്ലേ? 2:3 അല്ലേ? 2:3 ആൻഡ് റേഷ്യോ. അപ്പോൾ M1 M2 എന്ന് പറയുന്നത് 2:3 സോറി അവിടെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന വേരിയബിൾ M:n എന്നാണ്. ഞാനൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ M:n യൂസ് ചെയ്തത്. പക്ഷേ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ M1 M2 എന്ന് കൊടുത്തിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യുന്നത്. നമ്മൾ M:n എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സിമിലർ ടു M1 M2. പ്ലീസ് നിങ്ങളത് നോട്ട് ചെയ്യുമല്ലോ, അല്ലേ? മനസ്സിലായല്ലോ? ഇവിടുത്തെ M1ഉം M2നും പകരം M-ഉം N-ഉം ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളൂ. അപ്പോൾ നമ്മൾ ആ ഫോർമുല റീസ്റ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വരും?
x is equal to m1 x2. അപ്പോൾ m x2 പ്ലസ് m2 nx1. വെരി ഗുഡ് nx1 അല്ലേ, mx2 പ്ലസ് nx1 ബൈ m പ്ലസ് n. m1 പ്ലസ് m2 എന്ന് പറയുന്ന m പ്ലസ് n. ഞാനിത് എഴുതുന്നത് പ്ലീസ് ഡോണ്ട്, ഇത് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ യു ലീവ് ഇറ്റ്. ഞാനിത് അല്ലാതെ വേറെ എഴുതി പഠിപ്പിക്കാം. കൺഫ്യൂസ് ചെയ്യുന്നുണ്ടോ? ഉണ്ടോടെ? ഉണ്ടോ? No, sir. ഓക്കെ. m1 m2, ഇത് m1 m2. നമ്മൾ m1 m2 വരെ വേറെ വേരിയബിൾ കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ. ഞാനിത് അങ്ങനെ കൊടുത്തതുകൊണ്ട് പറഞ്ഞു എന്നുള്ളത്. ഇതപ്പോൾ my2 പ്ലസ് n y1 ബൈ m പ്ലസ് n ഫോമിലായിരിക്കും നമ്മൾ എക്സും വൈയും ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ ഡിറ്റർമിൻ ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ നോക്കുന്നുള്ളൂ. നമുക്ക് 1-2 പ്രോബ്ലം ഇതിനകത്ത് ചെയ്യാൻ പഠിച്ച് എഴുതിയിട്ടിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. നോക്കിയേ ഇവിടെ ഈ ക്വസ്റ്റ്യൻ. We know x1 y1 is negative 310 and x2 y2 is 7 negative 4. So mx2 plus nx1 by m plus n എന്ന് പറഞ്ഞാൽ 2 into 7 plus 3 into negative 3 by 2 plus 3. That is 5 by 5 and 20 by 5, which is equal to 1 by 4. 1 and 1 4. So we get the same what coordinates for p. അപ്പോൾ ഇത് നമുക്ക് വേണ്ട, നമുക്ക് ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഇത് ചെയ്യുന്ന രീതി ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് വേണ്ട, നമുക്ക് നമ്മുടെ പ്രോബ്ലം എടുത്ത് ചെയ്യാം. ഓക്കെ. ഓക്കെ, നമുക്ക് ടെക്സ്റ്റ് ബുക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് നമുക്ക് നോക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത്? Find the coordinates of the point which divides the join of negative 1 7 and 4 negative 3 in the ratio 2:3. So that position is very important here. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? Just you draw the line first. This is your line. Okay, and the points A, B are marked, which are negative 1 7 and 4 negative 3. 4 negative 3. And there is a point in between this AB. We don't know that point, but we know the position of the point which actually divides this line segment in the ratio 2:3. So that point is some P. And we need to find the coordinates of this point P. So this is what happens when you draw the figure of that particular problem. Find the coordinates of the point which divides the join of line negative 1 7 and 4 negative 3 in the ratio 2:3. Correct? Now, so it's very simple. This should be taken as was x1 y1. Okay, then x2 y2, and this is what m1 is to m2. Now what is x? Because what is required here is the coordinates of the point. So it is x is equal to what? പറഞ്ഞേ, m1 x2 plus m2 x1 by m1 plus m2. What is equal to? What is m1 here? What is m1? 2 into x2. 2 into x2. ഇങ്ങനെ ചിന്തിച്ചാൽ മതി. 2 into x2. എത്ര അത്? 2 into 4 plus then m2 x1, that is 3 into negative 1. 3 into negative 1 divided by m1 plus m2. 2 plus 3. See, actually ഒരു കാര്യം കൂടെ നിങ്ങളുടെ അടുത്ത് പറയാം. നിങ്ങൾക്ക് ഇന്റേണൽ ഡിവിഷൻ മാത്രമേ നിങ്ങളുടെ സിലബസിലുള്ളൂ. ദാറ്റ് മീൻസ് എന്താ? എ പോയിന്റ് ഇൻ ബിറ്റ്വീൻ എ ആൻഡ് ബി. ഈ എക്കും ബിക്കും ഇടയ്ക്കുള്ള ഒരു പോയിന്റിനെ കുറിച്ച് മാത്രമേ നിങ്ങളുടെ സിലബസ് പറയുന്നുള്ളൂ. എ പോയിന്റ് ഓൺ ദ ലൈൻ എ ബി എക്സ്റ്റെൻഡഡ്, അതിന് എക്സ്റ്റേണൽ ഡിവിഷൻ എന്നാ പറയുക. അപ്പോൾ ഇവിടെ ഞാനൊരു പോയിന്റ് എടുക്കുക. ഇറ്റ് ഈസ് ആക്ച്വലി ഓൺ ദ എക്സ്റ്റൻഷൻ ഓഫ് വാട്ട്? എ ബി. അതിന് സി എന്ന് എടുത്തു കഴിഞ്ഞാൽ ദിസ് പോയിന്റ് ഈസ് ആൾസോ ക്രിയേറ്റിംഗ് എ റേഷ്യോ ബിറ്റ്വീൻ ദീസ് ലൈൻസ്.
അപ്പോൾ അത് നിങ്ങൾ പഠിക്കും അടുത്ത വർഷം 11th നിങ്ങൾ മാത്സ് എടുത്ത് പഠിക്കുകയാണെങ്കിൽ എക്സ്റ്റേണൽ ഡിവിഷനെ കുറിച്ച് പഠിക്കും. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. സോ യുവർ സിലബസ് ഈസ് റെസ്ട്രിക്റ്റഡ് ബിറ്റ്വീൻ ദിസ് എ ആൻഡ് ബി. ഓക്കെ, ക്ലിയർ ആണല്ലോ? നമുക്ക് ഇന്റേണൽ ഡിവിഷൻസ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇത് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, നമ്മളിവിടെ വന്നേ, ഇവിടെ എന്താ പറയുക? 2 4s are 8. ഓക്കെ, ദെൻ പ്ലസ് -3 divided by 5, which is equal to 5 divided by 5, which is equal to 1. So we got the coordinate of x. Now the similar way we find the coordinates of y. What is that? m1 y2 plus m2 y1 divided by m1 plus m2. What is that? m1 y2. Please be careful. എന്താ കാര്യം? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കോർഡിനേറ്റ്സിനെ സെലക്ട് ചെയ്ത് തന്നെ മൾട്ടിപ്ലൈ ആണ്. m1 y2. What is that? 2 into y2. y2 is -3. -3 plus m2 into y1. m2 means it is 3. 3 into y1. y1 is 7. The whole divided by 2 plus 3. So which is equal to what? -6 plus 7 3s are 21 divided by 5. What is the -6 plus 21? It is 15 divided by 5, which is equal to, you get 5. Sorry, 3. So we get 3. Clear alle? അപ്പോൾ നമ്മുടെ coordinates of P, coordinates of point P is equal to what? എന്താണ്? 1 5. So this is the coordinate of point P. So this is the point which divides this line segment AB in this particular ratio, what? 2:3. I think it is clear. മനസ്സിലായോടെ? ഈ ക്വസ്റ്റ്യൻ ചെയ്തത് മനസ്സിലായോ? മനസ്സിലായോ? ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങൾ ഈ ഒരു റഫ് ഫിഗർ എപ്പോഴും വരയ്ക്കണം കേട്ടോ. അങ്ങനെ വരച്ച് ശീലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തെറ്റത്തില്ല. അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ടോ? പോയിന്റ് ഓഫ് ട്രൈസെക്ഷൻ. ഞാനിനി അത് ചെയ്ത് കാണിക്കില്ല, ബട്ട് ഐ വിൽ ടെൽ യു വാട്ട് വേ വെൻ യു ട്രൈസെക്ട് വൺ ലൈൻ. അപ്പോൾ അത് നോക്കിയേ, നമ്മുടെ വി ഹാവ് എ ലൈൻ സെഗ്മെന്റ് ലൈക്ക് ദിസ്. ഈ ലൈൻ സെഗ്മെന്റ് എ ബി ആണെന്ന് വെച്ചോളൂ. എ ബി തന്നെ എടുക്കണമെന്നല്ല, യു ക്യാൻ ഗോ ഫോർ പി ക്യു ക്യു ആർ ആർ എസ്, വാട്ട് എവർ ഇറ്റ് ഈസ്. Find the coordinates of the points of trisection. So points of trisection. So A is what? 4 -1 and B is -2 -3. What do you mean by trisected in mathematics? What do you mean by bisected? എന്താണ് ബൈസെക്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? Dividing it into 2 equal parts. അല്ലേ? That's what we learned about bisected. Okay, അതാണ് ബൈസെക്റ്റഡ് എന്ന് പറയുന്നത്. ഇനി ബൈസെക്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, can you tell me the ratio at which this line segment is divided? When you say it is bisected, അത് നമ്മൾ അറിയുന്നത് നല്ലതാണല്ലോ. എന്തായിരിക്കും ഈ റേഷ്യോ? 1:1. വെരി ഗുഡ്. ഇറ്റ് ഈസ് 1:1 അല്ലേ? 1:1 റേഷ്യോ ആയിരിക്കും. കാരണം ഇവിടെ എക്സ് യൂണിറ്റ് ആണെങ്കിൽ ഇവിടെയും എക്സ് യൂണിറ്റ് ആയിരിക്കും. സോ എക്സ് ബൈ എക്സ് യു ക്യാൻ ക്യാൻസൽ ദ കോമൺ ഫാക്ടർ ബിറ്റ്വീൻ ദാറ്റ്. എക്സ് ആൻഡ് എക്സ് ഗെറ്റ് ക്യാൻസൽ. സോ യു ഗെറ്റ് 1:1. സോ ഇറ്റ് ഈസ് 1:1 റേഷ്യോ. അപ്പൊ ഇത് ഇറ്റ്സ് അബൌട്ട് വാട്ട്? അപ്പൊ ഇവിടെ ഞാൻ ഒരു കാര്യം ചെയ്യും, ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഒരു ചെറിയ പരിപാടി ചെയ്തിട്ട് അങ്ങോട്ട് പോകാം. അപ്പോൾ ഇവിടെ ബൈസെക്ഷൻ്റെ പോയിന്റ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വല്ല വഴിയുണ്ടോ നോക്കാം. എ എന്ന് പറയുന്നത് x1 y1 എന്ന് എടുക്കാം. ബി എന്ന് പറയുന്നത് x2 y2 എന്നും എടുക്കാം. സോ ഇറ്റ് ഈസ് ഡിവൈഡഡ്. ദിസ് പോയിന്റ് പി ഡിവൈഡ്സ് ഓർ ഇറ്റ് ബൈസെക്റ്റഡ് എ ബി എന്ന് തന്നിട്ടുണ്ട്. പി ഈസ് ബൈസെക്റ്റിംഗ് ലൈൻ സെഗ്മെന്റ് എ ബി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കോർഡിനേറ്റ്സ് ഓഫ് പി കണ്ടുപിടിക്കാൻ പറയാം. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ, ദിസ് പി ഈസ് ബൈസെക്റ്റിംഗ് എ ബി, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ദ കോർഡിനേറ്റ്സ് ഓഫ് എ ഓർ കോർഡിനേറ്റ്സ് ഓഫ് ബി ആർ നോട്ട് ഗിവൺ.
And even a statement provided here also states only that it is bisecting. So actually indirectly it means it gives you the ratio at which this line segment is divided, that is 1:1, because it is given that it is bisecting. അപ്പോൾ അത് നമുക്ക് എടുക്കാം, പക്ഷെ കോർഡിനേറ്റ്സ് തന്നിട്ടില്ല. That means we are actually looking for a general formula to get the midpoint of a line segment. കണ്ട എന്താണ് നമ്മൾ ശരിക്കും കണ്ടുപിടിക്കാൻ പോകുന്നത്? Midpoint of a line segment, because the point which bisects AB is called the midpoint of a line segment. ശരിയല്ലേ അല്ലേ? Yes, sir. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് midpoint of a line segment. We have the formula what? X is equal to m1 x2 plus m2 x1 by m1 plus m2. This is one formula we have to determine the coordinates of what? The points P, X, Y. Alle? So here when you apply what is M1? What is M1 here? What is M1? What is M1 in this? 1. So it is equal to 1 into x2 plus, again m2 is what? What is m2? 1. That is also 1. So 1 into x1 divided by 1 plus 1. Interesting. Okay? x1 into x2 into 1 is x2 only. Correct? And x1 into 1 is also x1 only. So x2 plus x1 by, what is 1 plus 1? 2. So you get what? x1 plus x2 by 2. ഞാൻ അതിനൊരു എന്താ പറയുക, ഒരു അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തു എന്നുള്ളത്. ഇറ്റ് ഡസന്റ് മീൻ, അതായത് എങ്ങനെ എഴുതിയാലും ഓക്കെ തന്നെ. സോ x1 plus x2 by 2 ആണ് അതിന്റെ x കോർഡിനേറ്റ്. വാട്ട് അബൌട്ട് ഇറ്റ്സ് y കോർഡിനേറ്റ്? m1 y2 plus m2 y1 divided by m1 plus m2. Tell me what is its y coordinate? 1 into y2 plus 1 into y1 by 1 plus 1, which is same as what? y1 plus y2 by 2. See, so the coordinates of the midpoint of a line segment AB whose endpoints are x1 y1 and x2 y2 are well defined, because it's a general term. എന്തായിരിക്കും coordinates of a midpoint? നിങ്ങൾക്ക് x1 y1 x2 y2 അറിയാമെങ്കിൽ what is the coordinates of the midpoint? പറഞ്ഞേ. x1 plus x2 by 2. x1 plus x2 by 2, y1 plus y2 by 2. So it's a very simple method to determine the midpoint of a line segment. So once you have the midpoint, you can find the distances also. ഇതിന് ഒരുപാട് ആപ്ലിക്കേഷണൽ പ്രോബ്ലംസ് വരാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളടുത്ത് ചോദിക്കാം, നിങ്ങളടുത്ത് ഇപ്പോൾ ഒരു ട്രയാങ്കിളിന്റെ 3 വെർട്ടിസസ് തന്നിട്ടുണ്ട്. ഇങ്ങനെ ചോദിച്ചൂടെ? ഒരു ട്രയാങ്കിളിന്റെ 3 വെർട്ടിസസ് തന്നു. എന്നിട്ട് നിങ്ങളടുത്ത് ഇതിന്റെ വെർട്ടിസസ് സം 2 1 3 4 and 5 7 ഇങ്ങനെ 3 വെർട്ടിസസ് തന്നു. എന്നിട്ട് നിങ്ങളടുത്ത് ചോദിക്കുക, ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ മീഡിയൻ ഡ്രോൺ ഫ്രം എ എന്ന് ചോദിച്ചു. അപ്പൊ ഇവിടെ 2 കോൺസെപ്റ്റ്സ് നിങ്ങൾക്ക് അറിഞ്ഞാലേ പറ്റുള്ളൂ. ഫസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഷുഡ് നോ വാട്ട് ഈസ് എ മീഡിയൻ ഓഫ് എ ട്രയാങ്കിൾ. വാട്ട് ഈസ് എ മീഡിയൻ ഓഫ് എ ട്രയാങ്കിൾ? എന്താണ് ട്രയാങ്കിളിന്റെ മീഡിയൻ എന്ന് പറഞ്ഞാൽ? കഴിഞ്ഞ വർഷം ഞാൻ കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചത്. എന്താണ്? Very good. It is the line segment drawn from a vertex to the midpoint of its opposite side. അതിന്റെ ഓപ്പോസിറ്റ് സൈഡിന്റെ മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുന്ന ലൈൻ സെഗ്മെന്റിന്റെ പേരാണ് എന്താണ്? മീഡിയൻ. How many such medians can be drawn? എത്ര മീഡിയൻ വരയ്ക്കാം? 3 medians can be drawn. And interesting fact is these 3 medians are concurrent lines. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മീഡിയൻസ് കൺകറന്റ് എന്നാണ് പറഞ്ഞത്. എന്താ കാര്യം? അതും ഞാൻ പറഞ്ഞിരുന്നു. We know 2 lines intersect at one point. അതൊരു പോസിബിൾ ഫാക്റ്റ് ആണ്. അതൊരു
വലിയ കാര്യമൊന്നുമില്ല. Either they can be intersect or otherwise parallel or coincident. But three lines, if they are intersecting or passing through a same point, അതൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് ആണ്. അങ്ങനെയുള്ള ലൈൻസിന്റെ പേരാണ് കൺകറന്റ് ലൈൻസ്. 3 or more lines which are passing through a same point, അതിനെയാണ് കൺകറന്റ് ലൈൻ. ഇപ്പൊ ഇതൊരു കൺകറന്റ് ലൈനാണ് മീഡിയൻസ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ 3 ലൈൻ വരച്ചു കഴിഞ്ഞാൽ, ഈ മിഡ് പോയിന്റിലൂടെ വരയ്ക്കുന്ന 3 ലൈൻ വരച്ചു കഴിഞ്ഞാൽ യു ക്യാൻ സീ ദാറ്റ് ദേ ആർ പാസിംഗ് ത്രൂ എ സിംഗിൾ പോയിന്റ്. അപ്പൊ അങ്ങനെ സംഭവിക്കുന്നത് കൊണ്ട് ഇത് കൺകറന്റ് ലൈനാണ്. ദ പോയിന്റ് ഓഫ് കൺകറൻസ് ഹിയർ, ഇറ്റ് ഈസ് കോൾഡ്, what is the name of this point of concurrence? എന്താണ് അതിന്റെ പേര്? ആ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദിസ് 3 മീഡിയൻ എന്താണ്? What is the name of this point? അതും ഞാൻ പഠിപ്പിച്ചു. എന്താണ്? ഇതൊക്കെ നിങ്ങൾക്ക് ഇപ്രാവശ്യം ഒബ്ജക്റ്റീവ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ യു എക്സ്പെക്ട് സച്ച് ക്വസ്റ്റ്യൻസ്. You may be asked to find what certain objectives which were actually learned in class 9 also, even 8 also. So be careful. നിങ്ങൾ പഠിച്ച പഴയതൊക്കെ അവിടെ തള്ളിയിട്ട് പോവാന്ന് വിചാരിച്ചാൽ നടക്കില്ല. What is this point? What's the name of this point? Tell me. എന്താണ് അതിന്റെ പേര്? എന്താണ് ഈ പോയിന്റിന്റെ പേരെന്താ? എന്താണ്? Centroid. വെരി ഗുഡ്. ഇറ്റ് ഈസ് കോൾഡ് സെൻട്രോയിഡ്. ഇതുപോലെ തന്നെ വേറൊരു സാധനം ഉണ്ട്. എന്താ അതിന്റെ പേര്? ആൾട്ടിറ്റ്യൂഡ്. A line segment drawn from a vertex to the opposite side which is perpendicular to the opposite side. So how many such altitudes can be drawn? Again it is 3 that are also concurrent. What is the point of intersection of these altitudes? What is the point of intersection of perpendicular bisectors? A perpendicular bisector may or may not be passing through the vertex. വെർട്ടെക്സിലൂടെ പാസ് ചെയ്യണമെന്നൊന്നുമില്ല. What is the point of intersection of angle bisectors? ഇതെല്ലാം ഞാൻ പറഞ്ഞതാ. എന്താണ് ആൾട്ടിറ്റ്യൂഡിന്റെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ? ഇറ്റ് ഈസ് കോൾഡ് ഓർത്തോസെന്റർ. ഓർത്തോസെന്റർ ആൻഡ് ദ പെർപെൻഡിക്കുലർ ബൈസെക്ടർ, അതിന്റെ ഇന്റർസെക്ഷൻ പോയിന്റ് ആണ് സർക്കംസെന്റർ. ആൻഡ് ആംഗിൾ ബൈസെക്ടേഴ്സിന്റെ ഇന്റർസെക്ഷൻ പോയിന്റിന്റെ പേരാണ് ഇൻസെന്റർ. പ്ലീസ് നോട്ട് ദീസ് വാല്യൂസ്. ഇതൊക്കെ നിങ്ങൾക്ക് പല സ്ഥലത്തും ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഞാൻ കഴിഞ്ഞ വർഷം പഠിപ്പിച്ചപ്പോഴേ പറഞ്ഞത്. അപ്പോൾ ഇവിടെ നിങ്ങളടുത്ത് ലെങ്ത് ഓഫ് ആൾട്ടിറ്റ്യൂഡ്സ് ലെങ്ത് ഓഫ് മീഡിയൻ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം ഈ വെർട്ടിസസ് മാത്രം തന്നാൽ മതി. ഈ എയുടെയും ബിയുടെയും സിയുടെയും വെർട്ടിസസ് തന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് പാർട്ട് ഈസ് വാട്ട് ടു ഡിറ്റർമിൻ ദ മിഡ് പോയിന്റ് ഓഫ് ദ സൈറ്റ്. അത് നിങ്ങൾക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? യൂസിങ് ദിസ് x1 plus x2/2 y1 plus y2/2 എടുത്തു കഴിഞ്ഞാൽ ഈ മിഡ് പോയിന്റ് കിട്ടും. Once you have this midpoint and this vertex point, coordinates of this point, then just find the length using the distance formula. അപ്പോൾ അവിടെ രണ്ട് കോൺസെപ്റ്റ് യൂസ് ചെയ്തു. ഒന്ന് ജോമെട്രിയുടെ നമ്മുടെ കോൺസെപ്റ്റ് ഓഫ് മീഡിയൻ യൂസ് ചെയ്തു. രണ്ടാമത് എന്താ ഡിസ്റ്റൻസ് ഫോർമുല ഇൻ കോർഡിനേറ്റ് ജോമെട്രി രണ്ട് യൂസ് ചെയ്തു. സച്ച് പ്രോബ്ലംസ് യു ക്യാൻ എക്സ്പെക്ട്. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലും വരിക. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ മിഡ് പോയിന്റ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ പറഞ്ഞതേ ഉള്ളൂ. പ്ലീസ് നോട്ട് ദിസ് ആസ് എ ഫോർമുല. എന്താ? മിഡ് പോയിന്റ് ഓഫ് എ ലൈൻ സെഗ്മെന്റ് ഹൂസ് n points are x1 y1 and x2 y2 is what? x1 plus x2/2 and y1 plus y2/2. ഇനി നമുക്ക് യു കം ബാക്ക് ടു ദിസ് പ്രോബ്ലം. നമ്മുടെ ഈ പ്രോബ്ലത്തിലേക്ക് വരാം. ഓക്കെ, ഇവിടെ എ ബി ഒരു ലൈൻ സെഗ്മെന്റ് ആണ്. You are asked to find the point of trisection. What do you mean by trisection? You know what is bisection? Bisection means dividing it into two equal parts. So what is trisection? Dividing it into three equal parts. അപ്പം ഓക്കെ, 3 പോയിന്റ്. നമുക്കപ്പോൾ ഇതിനകത്ത് ഇനി 2 പോയിന്റ്സും കൂടെ കിട്ടുമെന്ന് അറിയാം. ഇതിനെ 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇതിനെ 2 പോയിന്റ് കണ്ടെത്തണം അല്ലെ? ഒരു പോയിന്റ് ഇവിടെ ആയിരിക്കും, ഒരു പോയിന്റ് ഇവിടെ ആയിരിക്കും. ശരിയല്ലേ? Let it be P and Q. നമുക്ക് coordinates of this A is given. എത്രയത്? 4 and -1. And coordinate of B is also given. What is that? -2, -3. Now tell me, how do we determine the
coordinates of P and coordinates of Q. To determine the coordinates of P and Q, because these are points in between A and B, what is required? എന്ത് കിട്ടണം, എന്തറിയണം ഇത് കണ്ടുപിടിക്കണമെങ്കിൽ? ഈ കോർഡിനേറ്റ്സ് ഓഫ് പി കണ്ടുപിടിക്കണമെങ്കിലും ക്യൂ കണ്ടുപിടിക്കണമെങ്കിലും എന്തും കൂടെ വേണമായിരുന്നു? റേഷ്യോ ബൈ വിച്ച് ദിസ് പോയിന്റ് ഡിവൈഡ്സ് ദിസ് ലൈൻ സെഗ്മെന്റ്. അത് പറഞ്ഞാൽ മാത്രമേ പറ്റുള്ളൂ. ഇവരിവിടെ ട്രൈസെക്ഷൻ എന്നേ പറഞ്ഞിട്ടുള്ളൂ. ദാറ്റ് മീൻസ് ഈ ലെങ്തും ഈ ലെങ്തും ഈ ലെങ്തും ഈക്വൽ ആണെന്ന് അർത്ഥം. അപ്പൊ റേഷ്യോ തന്നിട്ടുണ്ടോ? ഉണ്ടോ? എന്തായിരിക്കും റേഷ്യോ എന്ന് പറയുന്നത്? വാട്ട് ഈസ് ഇറ്റ്സ് റേഷ്യോ? ഈ പി എന്ന് പറയുന്നത് എങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും? നമ്മൾ റേഷ്യോ എങ്ങനെയാണല്ലോ കണ്ടുപിടിക്കുന്നത്. ബിക്കോസ് ഇവിടെ ഒരു പാർട്ടും ഇവിടെ എത്ര പാർട്ടും ഉണ്ട്? ഈ പോർഷനിൽ 2 പാർട്ടും ഉണ്ട് അല്ലേ? ശരിയല്ലേ? അല്ലേ? ഈ ലെങ്തും ഈ ലെങ്തും ഈ ലെങ്തും ഈക്വൽ ആണ്. അതിന്റെ അർത്ഥം യു ഹാവ് ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? എക്സ്, ഇവിടെയും എക്സ്. സോ ദാറ്റ് മീൻസ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് എക്സ് ആയിരിക്കുമല്ലോ താഴെ, 2x. സോ വാട്ട് ഈസ് ദ റേഷ്യോ? 1/2. സോ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഇൻ ദ റേഷ്യോ 1:2. വാട്ട്? P divides this line segment in the ratio 1:2. What about Q? What about Q? At what ratio this Q divides this line segment? Similarly, you can say easily. And the other? It is 2:1. Because it is 2 part and here it is 1 part. So it is 2:1. So the ratios are given and the coordinates of the endpoints are also provided. So it's very easy. Use the formula m1 x2 plus m2 x1 divided by m1 plus m2 to determine what is x, and use the formula m1 y2 plus m2 y1 divided by m1 plus m2 to determine what is y. അപ്പോൾ ഇവിടുത്തെ എക്സും വൈയും അങ്ങനെ കണ്ടുപിടിച്ചൂടെ? ബിക്കോസ് m1 ഹിയർ ഈസ് 1, m2 ഹിയർ ഈസ് 2. വാട്ട് അബൌട്ട് ദിസ് കേസ്? m1 ഈസ് 2 ആൻഡ് m2 ഈസ് 1. Use that to determine the coordinates of P and Q so that this problem will be solved. Okay? ചെയ്യാൻ പറ്റുമില്ലേ? അത് ഞാൻ ഇത് ചെയ്യണോ? ചെയ്യേണ്ട ആവശ്യമുണ്ടോ? വേണോ? ചെയ്യണോ? ഹലോ, എന്താണ് മിണ്ടാത്ത? ഇത് ചെയ്യണോ? ഓക്കെ. അടുത്ത് ഇതൊക്കെ നിങ്ങളുടെ ഒരു എന്തായിട്ട് കേസ് സ്റ്റഡി പ്രോബ്ലം ആയിട്ട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അതവിടെ നിൽക്കട്ടെ, നമുക്ക് അതിലേക്ക് വരാം. കാരണം സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഈ ഇപ്പോൾ ചെയ്ത പോലെ ഉള്ളൂ. നമുക്ക് ലാസ്റ്റ് ആയിട്ട് അത് ഡിസ്കസ് ചെയ്യാം. ഇവിടെ ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഒന്ന് റിവീൽ ഒന്ന് ഓർമ്മിപ്പിച്ചോളണേ. ഓക്കെ. Find the ratio in which the line segment joining the points -3, 10 and 6, -8 is divided by -1, 6. അപ്പോൾ ഇവിടെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിട്ട് മാറും ഇത് നിങ്ങൾക്ക്. പ്രത്യേകിച്ച് ഇതിപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് സെക്ഷൻ മാത്രമുള്ള ഒരു എക്സാമും കൂടെ ആയതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇൻട്രസ്റ്റിങ്ങും സിമ്പിളുമായി ഈ പ്രോബ്ലം. എ ബി വിത്ത് എന്താണ് -3, 10 and 6, 8 and a point in between that, let it be P. It divides. Sir, negative. Yes. Yeah, -8. -8 ആണ് അല്ലേ? സോറി. P is equal to -1, 6. കറക്റ്റ് അല്ലേ? ഇതിനെ ഒരു റേഷ്യോ ഡിവൈഡ് ചെയ്യുന്നു. വി ഡോണ്ട് നോ ദ റേഷ്യോ ആൻഡ് ദാറ്റ് റേഷ്യോ ടു ബി ഡിറ്റർമിൻഡ് അല്ലേ? ഫൈൻഡ് ദ റേഷ്യോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാം എന്താ ഫോർമുല. വാട്ട് ഈസ് m1 by m2? ഏതാ ഫോർമുല? എന്താണ് ഫോർമുല? വാട്ട് ഈസ് m1 by m2? x minus x2 minus x minus x1
by x2 minus x. അതല്ലെങ്കിലോ ഇവിടെ നമ്മൾ വളരെ സഫീഷ്യൻ്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ രണ്ട് ഫോർമുലയും ഇവിടെ ഉപയോഗിക്കാൻ പറ്റും. m1 by m2 can be determined using y minus y1 by y2 minus y. ഇതിലേത് വേണമെങ്കിലും ഉപയോഗിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ x ഉപയോഗിച്ച് കണ്ടുപിടിക്കാം, y ഉപയോഗിച്ച്. Tell me what is m1 by m2 when you use x. m1 by m2 is equal to x minus x1. ഇതിപ്പോൾ എന്താ എടുക്കുക? This is what x1, y1, x2, y2, and this is xy. So x minus x1. So negative 1 minus x1. What is that? Negative 3. Right? Divided by x2 minus x. What is x2 here? 6. Right? 6 minus 6 minus negative 1. Right? So what it would be? It is equal to negative 1 plus 3 divided by 6 plus 1, which is equal to 2 divided by 7. So what is the ratio? It is 2:7. കണ്ടോ? ഒരു സ്റ്റെപ്പിൽ ആൻസർ ആയി. നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ എഴുതാൻ പറ്റും. ഇത് നിങ്ങൾക്ക് യൂസിങ് ഏതിലും ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇനി ഇത് കാര്യമില്ല, പക്ഷെ നമുക്ക് വേറെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, ഞാൻ അവിടെ കാണിച്ചു തരാം. അപ്പോൾ അവിടെ നിങ്ങൾ അത് എങ്ങനെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് നമുക്ക് നോക്കാം. അതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ, അതിൻ്റെ നെക്സ്റ്റ് എക്സാമ്പിളാണ് ഇത്. ഈ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ നോർമൽ മെത്തേഡിൽ നമ്മുടെ λ1 എന്ന് എടുത്തൊക്കെ ചെയ്യേണ്ടി വരും. ഇവിടെ ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ ഇറ്റ്സ് വെരി സിമ്പിൾ. ഈ ക്വസ്റ്റ്യൻ വളരെ എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് നോക്കാം. Okay. Find the ratio in which the line segment joining a -1, -4, 5 is divided by the x-axis. Interesting. കണ്ടോ? അപ്പോൾ ഇവിടെ ഒരു ലൈൻ സെഗ്മെന്റ് ഉണ്ട്. ആ ലൈൻ സെഗ്മെന്റിനെ ആര് ഡിവൈഡ് ചെയ്യുന്നു? എക്സ് ആക്സിസ് ഡിവൈഡ് ചെയ്യുന്നു എന്ന് പറയണം. അപ്പോൾ നമുക്ക് വെറുതെ വന്ന് നമ്മുടെ കോർഡിനേറ്റ് ഇത് നമ്മളിങ്ങനെ വരച്ചു. ഇത് മസ്റ്റൊന്നും അല്ല കേട്ടോ, ഞാനിത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി വരയ്ക്കുകയാണ്. നിങ്ങൾ ഇങ്ങനെ വരയ്ക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നാൽ മതി. ആൻഡ് ഇറ്റ്സ് എ ലൈൻ വിച്ച് ഡിവൈഡ്സ് ദിസ് എക്സ് ആക്സിസ്. എക്സ് ആക്സിസിനാൽ ഡിവൈഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ലൈനാണ് അവിടെ. ഞാനിപ്പോൾ അതിൻ്റെ കോർഡിനേറ്റ്സ് കറക്റ്റായിട്ട് അതിൻ്റെ ക്വാഡ്രന്റ് വെച്ച് വരയ്ക്കുന്നില്ല, മനസ്സിലായല്ലോ. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് അങ്ങനെ ഒരു ലൈൻ അങ്ങ് വരച്ചു. ഇതിൻ്റെ ക്വാഡ്രന്റ് വെച്ച് നിങ്ങൾ ആ കോർഡിനേറ്റ്സ് നോക്കി വരയ്ക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഇതൊരു റഫ് ഫിഗർ മാത്രമാണ്. സോ ദിസ് ഈസ് മൈ ലൈൻ സെഗ്മെന്റ്. ഏതാണ്? എ ബി. ഓക്കെ, ഈ ലൈൻ സെഗ്മെന്റ് എ ബി എന്ന് പറയുന്നതിന് ഇറ്റ് ഈസ് ആക്ച്വലി ഇന്റർസെക്റ്റിംഗ് വിത്ത് ദ എക്സ് ആക്സിസ്. സ്വാഭാവികമായിട്ടും ഈ പോയിന്റ് എന്ന് പറയുന്നത് എക്സ് ആക്സിസിനും എ ബിക്കും കോമൺ ആയിട്ടുള്ള പോയിന്റ് ആണ്, അല്ലേടെ? അല്ലേ? ഇറ്റ് ഈസ് എ പോയിന്റ് കോമൺ ടു ബോത്ത് എക്സ് ആക്സിസ് ആൻഡ് ദ ലൈൻ സെഗ്മെന്റ് എ ബി. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചേ, അതിന്റെ അർത്ഥം എന്താ? ഇറ്റ്സ് എ പോയിന്റ് ഇൻ ബിറ്റ്വീൻ എ ബി ആൾസോ. എ ബിക്ക് ഇടയ്ക്കുള്ള ഒരു പോയിന്റും കൂടെ അല്ലേ അത്? ആണോ അല്ലയോ? അങ്ങനെയാണെങ്കിൽ വാട്ട് ദിസ് പോയിന്റ്, ഈ പോയിന്റ് എന്താ ചെയ്യും? ഇതിനെ എ ബി എന്ത് ചെയ്യും? എന്ത് ചെയ്യുന്നു ശരിക്കും? രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, അല്ലെ? ഇറ്റ് ഈസ് ഡിവൈഡിങ് ദിസ് ലൈൻ സെഗ്മെന്റ് എ ബി ഇൻടു 2 പാർട്സ്. സോ ഒബിയസ്ലി എ റേഷ്യോ ഈസ് ജനറേറ്റഡ് ദെയർ. m1 is to m2 is the ratio. നമുക്ക് അറിഞ്ഞൂടാ, ആ റേഷ്യോ ആണ് അവർ കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഫൈൻഡ് ദ റേഷ്യോ ഇൻ വിച്ച് ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് എ ബി ഈസ് ഡിവൈഡഡ് ബൈ ദ എക്സ് ആക്സിസ്. ഈ എക്സ് ആക്സിസ് ഡിവൈഡ് ചെയ്യുന്ന, ഈ ലൈൻ സെഗ്മെന്റ് എക്സ് ആക്സിസ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഡിവൈഡ് ചെയ്യുന്ന എക്സ് ആക്സിസ് ഡിവൈഡ് ചെയ്യുന്ന പോയിന്റ് ഇതിനെ ഒരു റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ആ റേഷ്യോ എത്രയാണെന്നാണ് നിങ്ങളുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, ഇത് അറിയണമെങ്കിൽ യു റിക്വയർ ദിസ് പോയിന്റ് പി. പി തന്നിട്ടുണ്ടോ ഇവിടെ? പി തന്നിട്ടുണ്ടോ? നോ.
പക്ഷെ നമുക്ക് ഒരു പിയുടെ ഒരു പ്രോപ്പർട്ടി പറയാൻ പറ്റും. എന്താ കാര്യം? ബിക്കോസ് ഇറ്റ്സ് എ പോയിന്റ് ഓൺ എക്സ് ആക്സിസ്. ഡു യു നോ? നോ, യു നോ ഹൗ ടു പ്ലോട്ട് ദ പോയിന്റ് ഓൺ എക്സ് ആക്സിസ്. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അറിയാതെ എങ്ങനെയായിരിക്കും എന്ന് അറിയാം. എന്താണ് എക്സ് ആക്സിസിലെ പോയിന്റിന്റെ പ്രത്യേകത? y0 ആയിരിക്കും. ദാറ്റ് ഈസ് ആക്ച്വലി x0 എന്നുള്ളതായിരിക്കും അതിന്റെ കോർഡിനേറ്റ്. അല്ലേ? അല്ലേ? എ പോയിന്റ് ഓൺ എക്സ് ആക്സിസ് ഈസ് ആക്ച്വലി ഡിഫൈൻഡ് ആസ് x0 ബിക്കോസ് x ക്യാൻ ബി എനി വാല്യൂ. x എന്ന് പറയുന്നത് ഈ ലൈനിലുള്ള ഏത് പോയിന്റ് വേണോ ആകാം. എക്സ് ആക്സിസിലുള്ള എല്ലാ പോയിന്റിനും ആ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ ഈ ഈ ഈ ലൈൻ സെഗ്മെന്റ് ഇതുവഴിയാണ് പോണേന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. ഇതിങ്ങനെ ഫസ്റ്റ് ക്വാഡ്രന്റ് ആണോ? നമുക്ക് ഉറപ്പായിട്ടും അതറിയാം. ക്വാഡ്രന്റ് നമുക്ക് ഈ കോർഡിനേറ്റ്സ് നോക്കുമ്പോൾ അറിയാൻ പറ്റും. പക്ഷെ അതല്ല നമ്മുടെ ഇവിടുത്തെ പ്രശ്നം. നമുക്ക് ഈ എക്സാക്ട്ലി ഈ പോയിന്റ് എവിടെയാണെന്ന് അറിയാൻ പറ്റത്തില്ല. പക്ഷെ അതുകൊണ്ട് നമ്മൾ ഇതിന് എക്സ് എന്ന് കൊടുത്തു. ബട്ട് ദ അതർ കോർഡിനേറ്റ് ഈസ് വെരി ക്ലിയർ ടു us because it's a point on x axis. So this y coordinate is 0. Now നമുക്കറിയാം, how do you find the ratio m1 m2 m1 by m2 കണ്ടുപിടിക്കുന്നത് എങ്ങനെ? പറഞ്ഞേ. Which formula you will use to determine m1 by m2? ഏത് ഫോർമുല യൂസ് ചെയ്യും? വി ഹാവ് ടു ഫോർമുലാസ്, x minus x1 by x2 minus xo, അതെ y minus y1 by y2 minus yo. ഏത് ഉപയോഗിക്കും? യെസ്, y minus y1 by y2 minus y will be used. എന്താ കാര്യം? എക്സിന്റെ വാല്യൂ തന്നിട്ടില്ല. Because the value of the x is not given here. അപ്പോൾ നമ്മൾ when you go for using x here, എന്താ പറ്റുക? Again you get a complex equation like a variable. ഒരു ഇക്വേഷൻ അത് മാറും. അപ്പോൾ നമുക്കത് വീണ്ടും m1 m2 വേരിയബിൾ ആണ്, മറ്റതും വേരിയബിൾ ആണ്. അപ്പോൾ 3 വേരിയബിൾ വരും, ആകെ ബുദ്ധിമുട്ടാവും. ബട്ട് when you use 0, അതായത് since this coordinate is given, നമ്മൾ ഏതെടുക്കണം? ഈ ഫോർമുല ആണ് എടുക്കാൻ. അതിനെന്ന് പറഞ്ഞേ. അപ്പം ഇവിടെ നിങ്ങൾ സംശയിക്കുന്നുണ്ടോ? ഇത് x1 y1 എടുക്കണോ, ഇത് x2 y2 എടുക്കണോ എന്ന് സംശയിക്കുന്നുണ്ടോ? അങ്ങനെ സംശയം ആർക്കെങ്കിലും വന്നോ? ഇത് x1 y1 എന്ന് എടുക്കണോ, ഇത് x2 y2 എന്ന് എടുക്കണോ? അങ്ങനെ സംശയം ഉണ്ടോ ആർക്കെങ്കിലും ഇവിടെ? അവിടെ അതിന്റെ സംശയമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന വാല്യൂ അതിനനുസരിച്ച് തിരിഞ്ഞോളും. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ 2:5 ആണ് ഒറിജിനൽ റേഷ്യോ എന്ന് പറഞ്ഞു. ഇത് ഇങ്ങനെ എടുക്കുമ്പോൾ ഇനി ഇൻ കേസ് നിങ്ങൾ ഇതിനെയാണ് x1 y1 എന്ന് എടുത്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടുമ്പോൾ അതെങ്ങനെ കിട്ടും? 5:2 എന്ന് കിട്ടിക്കോളും. മനസ്സിലായില്ലേ? കാരണം ഇത് വേരിയബിൾ ആണല്ലോ. അപ്പം അതുകൊണ്ട് ആ പ്രശ്നമില്ല. മനസ്സിലായില്ലേ? ഇത് തന്നിരിക്കുന്നത് ആ ഒരു റെസ്പെക്റ്റീവ് പൊസിഷനിൽ യൂസ് ചെയ്യണമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ m1ഉം m2ഉം ഏതാണെന്ന് നമുക്ക് കൃത്യമായിട്ട് തന്നിട്ടില്ലാത്തടത്തോളം നമുക്ക് ഇതിൽ ഏതിനെ വേണമെങ്കിലും x1 y1ഉം x2 y2ഉം എടുക്കാം. നോ പ്രോബ്ലം. ഓക്കെ. ബട്ട് വെൻ m1 ആൻഡ് m2 ആർ ഗിവൺ, അക്കോർഡിംഗ്ലി ഓൺലി യു ക്യാൻ ടേക്ക്. കാരണം ആ ഒരു റെസ്പെക്റ്റീവ് പൊസിഷൻ കീപ്പ് ചെയ്തെടുക്കുക, അത്രേ ഉള്ളൂ. സോ ഇനി ഒന്ന് പറഞ്ഞേ, y minus y1 by y2 minus y എന്തായിരിക്കും? y minus y1. What is y? This is xy അല്ലേ? ഇതാണ് xy. What is y? Y is 0. 0 minus, what is y1 here? Negative minus y. Y divided by y2 minus y. What is y2? 5. Okay. 5 minus y. Y is 0. So what is this? 5 divided by 5, which is equal to 1 by 1. So what is the ratio? m1 is to m2 എന്ന് പറഞ്ഞ എന്താ ഈ ratio? 1:1. So actually what is this point P? ഈ പോയിന്റ് P എന്ന് പറഞ്ഞാൽ എന്താണ് അപ്പോൾ അതിന്റെ അർത്ഥം? It is the midpoint of line segment AB, or it is bisecting line segment AB. പിന്നെ ഒരു കാര്യമുണ്ട്, ഇവരിവിടെ ചോദിച്ചിട്ടുണ്ട് ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദിസ് പോയിന്റ് ഓഫ് ഡിവിഷനും ചോദിച്ചിട്ടുണ്ട്. അപ്പം സിൻസ് ഇറ്റ് ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ദ ലൈൻ സെഗ്മെന്റ് എ ബി, വി നോ വാട്ട് ഈസ് എക്സ്. എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? എക്സ് ഇസ് ഈക്വൽ ടു x1 plus x2 by 2 എന്ന് നമുക്ക് ഡയറക്റ്റ് എടുത്ത് ചെയ്യാൻ പറ്റും. എന്താ? 1 plus negative 4 by 2. That is that negative 3 by 2. നമുക്ക് അതവിടെ കൊടുക്കാം. പക്ഷേ ഇത് മിഡ് പോയിന്റ് അല്ലായിരുന്നു എങ്കിൽ ഹൗ ഡു യു ഫൈൻഡ് ദ കോർഡിനേറ്റ് എക്സ്? എക്സ് എങ്ങനെ കണ്ടുപിടിക്കും? കാരണം പോയിന്റ് ഓഫ് ഡിവിഷൻ അറിയണമെങ്കിൽ y കോർഡിനേറ്റ് നമ്മളതിലുണ്ട്, ഏതില്ല? എക്സ് കോർഡിനേറ്റ് ഇല്ലല്ലോ. എക്സ് കോർഡിനേറ്റ് വേരിയബിൾ ആയിട്ടല്ലേ കിടക്കണം. അപ്പോൾ എക്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇങ്ങനെ എഴുതാം. ദ കോർഡിനേറ്റ്, ദ പോയിന്റ് ഓഫ് ഡിവിഷൻ ഈസ് -3/2 0 എന്ന് നമുക്ക് എഴുതണമെങ്കിൽ
ഇങ്ങനെ എഴുതണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഈ എക്സിന്റെ കോർഡിനേറ്റ് വേണ്ടേ? ഈ എക്സ് കോർഡിനേറ്റ് വേണ്ടേ? വേണ്ടേടേ? ഹലോ കുട്ടികളെ, കേൾക്കുന്നുണ്ടോ? Yes, sir. the coordinates of the point of division ചോദിക്കുമ്പോൾ അതിന്റെ അർത്ഥം Px0 ആണ് coordinates of the point of division. പക്ഷേ x എന്ന് പറയുന്നത് ഒരു വേരിയബിൾ ആണ്. That means you supposed to find the value of x also. അപ്പോൾ അതിന്റെ ഒരു പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ അർത്ഥം എക്സിന്റെ വില കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പോവാം ഇവിടെ. കാരണം ഇതൊരു പർട്ടിക്കുലർ കേസാണ്. കാരണം ഇറ്റ് ഈസ് ഗിവൺ ആസ് ഇറ്റ് ഈസ് ഇൻ ദ റേഷ്യോ 1:1. ഇറ്റ്സ് എ മിഡ് പോയിന്റ് എന്ന് നമുക്ക് മനസ്സിലായതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പോവാം, x1 + x2/2. പക്ഷേ ഇത് മിഡ് പോയിന്റ് എന്ന് അറിഞ്ഞുകൂടായിരുന്നു എങ്കിൽ, സം റേഷ്യോ ഈസ് 2:3 എന്നായിരുന്നു എങ്കിൽ നമ്മൾ എങ്ങനെ x കണ്ടുപിടിക്കും? How do you find the value of x if the ratio given here is 2:3? Section formula to be applied. അല്ലേ? അവിടെ എന്ത് ചെയ്യും? x is equal to m1 x2 plus m2 x1 divided by m1 plus m2. ഇങ്ങനെ സെക്ഷൻ ഫോർമുല നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരും. കാരണം നമുക്ക് ഇതുപോലെ ഡയറക്റ്റ് ആയിട്ട് x1 + x2/2 എന്ന് എഴുതാൻ പറ്റത്തില്ല. ഇവിടെ ഇത് അപ്ലൈ ചെയ്ത് തന്നെ എഴുതണം. ഇത് ശരിക്കും ഇത് അപ്ലൈ ചെയ്തതാണ് ഈ കിട്ടിയിരിക്കുന്നതെങ്കിലും ഇവിടെ നമ്മൾ ഇത് അപ്ലൈ ചെയ്തേ ചെയ്യാൻ പറ്റൂ. 2 × x2 plus 3 × something like that. x1 divided by m1 plus m2 is applied to get the coordinates. So please go through these problems once again. കേട്ടോ? എന്നിട്ട് നിങ്ങൾ നന്നായി മനസ്സിലാക്കിയിട്ട് വരിക. We'll discuss the rest